ഭരണഘടന നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട 100 ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുവാൻ പോകുന്നത്. പൂർണ്ണ സ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതായിരുന്നു? 1929 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് എന്ന ആശയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന് ആദ്യമായി ആവശ്യപ്പെട്ട വ്യക്തിയാണ് MN റോയ്. അദ്ദേഹം 1934 ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കത്തിന് കാരണമായ വ്യക്തിയാണ് MN റോയ്. അതുപോലെ തന്നെ മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനും MN റോയ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ആശയം മുന്നോട്ട് വയ്ക്കാൻ തുടങ്ങിയത് 1935 മുതലാണ്. 1935 ലക്നൗ സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അതിനുശേഷം 1937 ഫേസ്ബുക്ക് സമ്മേളനത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. ഈ രണ്ട് സമ്മേളനത്തിലെയും അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ആശയം മുന്നോട്ട് വെച്ച രണ്ട് സമ്മേളനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്നൗ സമ്മേളനം 1936, ഫേസ്ബുക്ക് സമ്മേളനം 1937. ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ആശയം ബ്രിട്ടീഷ് സർക്കാർ അംഗീകരിച്ചത് പക്ഷേ 1940 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം എന്ന ഒരു പ്രഖ്യാപനത്തിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ആശയം ബ്രിട്ടീഷ് സർക്കാർ അംഗീകരിച്ചത്. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലിങ് ലിത്ഗോ പ്രഭു ആയിരുന്നു. അപ്പോൾ 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തിലൂടെയാണ് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിക്കുള്ള അംഗീകാരം ബ്രിട്ടീഷ് സർക്കാർ നൽകിയത്. ആ സമയത്തെ വൈസ്രോയി ആയിരുന്നു ലിങ് ലിത്ഗോ പ്രഭു. എന്നാൽ 1945 ബ്രിട്ടനിൽ ഇലക്ഷൻ നടക്കുകയും ലേബർ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു. ലേബർ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ പ്രധാനമന്ത്രിയായത് ക്ലെമന്റ് അറ്റ്ലി ആയിരുന്നു. അപ്പോൾ 1945 ബ്രിട്ടനിൽ ഇലക്ഷൻ നടക്കുകയും ഏത് പാർട്ടിയാണ് ഭരണത്തിൽ വന്നത്? ലേബർ പാർട്ടി ഭരണത്തിൽ വരികയും ആ ലേബർ പാർട്ടിയുടെ പ്രധാനമന്ത്രിയായത് ക്ലെമന്റ് അറ്റ്ലി ആയിരുന്നു. ക്ലെമന്റ് അറ്റ്ലി 3 മന്ത്രിമാരെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇതിനാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് അറിയപ്പെടുന്നത്. 1946 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് അറ്റ്ലി 3 മന്ത്രിമാരെ ഇന്ത്യയിലേക്ക് അയച്ചു. ഈ 3 മന്ത്രിമാരുടെ സംഘത്തെയാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് വിളിക്കുന്നത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നത് 1946 മാർച്ച് 24 തീയതിയാണ്. ക്യാബിനറ്റ് മിഷനിലെ 3 മന്ത്രിമാർ ആരൊക്കെയായിരുന്നു? പെറ്റിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്ലിപ്സ്, AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷനിലെ 3 മന്ത്രിമാരാണ് പെറ്റിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്ലിപ്സ്, AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച് 24 ഇന്ത്യയിൽ എത്തിച്ചേരുന്നത്. ഈ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു വേവൽ പ്രഭു. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചേരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷന്റെ വരവോടുകൂടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. അപ്പോൾ ഏത് മിഷന്റെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്? ക്യാബിനറ്റ് മിഷന്റെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയുണ്ടായി. അത് 1946 ഓഗസ്റ്റിലാണ് ആ തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കിയത്. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ മാതൃകയിലാണ് ഇലക്ഷൻ നടന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുപാതിക ഇതായിട്ട് ആളുകളുടെ വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയാണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് അറിയപ്പെടുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇങ്ങനെ 389 അംഗങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. 389 അംഗങ്ങൾ. അതിൽ 93 പേർ ബ്രിട്ടീഷ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടവരാണ്. 93 പേർ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. 93 പേർ ബ്രിട്ടീഷ് നാട്ടുരാജ്യങ്ങളിലെ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ. അപ്പൊ ബ്രിട്ടീഷ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 93 അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. പക്ഷേ
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെയും മുസ്ലിം ലീഗിന്റെയും കൂടെ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമല്ലായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗം ആയിരുന്നില്ല. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണം നടന്നത് 1946 ഡിസംബർ 6-ാം തീയതിയാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണം നടന്നത് 1946 ഡിസംബർ 6-ാം തീയതിയാണ്. അംഗങ്ങൾക്കുള്ള ഇലക്ഷൻ നടന്നത് ഓഗസ്റ്റിലാണെങ്കിലും ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണം നടന്നത് 1946 ഡിസംബർ 6-ാം തീയതിയാണ്. ആദ്യ സമ്മേളനം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-ാം തീയതിയാണ് ആദ്യ സമ്മേളനം നടന്നത്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ, ഇപ്പോഴത്തെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചാണ് ആദ്യ സമ്മേളനം നടന്നത്. പക്ഷെ ആദ്യ സമ്മേളനത്തിൽ നിന്ന് മുസ്ലിം ലീഗ് വിട്ടുനിന്നു. അങ്ങനെ ആദ്യ സമ്മേളനത്തിൽ ആകെ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 207. 389 അംഗങ്ങൾ ഉണ്ടെങ്കിലും ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 207 അംഗങ്ങളാണ്. 1946 ഡിസംബർ 9-ാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത്. ആ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 270 അംഗങ്ങളാണ്. ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് JB കൃപലാനി. ആദ്യ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് JB കൃപലാനി. ഇനി ഉദ്ഘാടന സമ്മേളനത്തിലെ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെയാണ് അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത്. അദ്ദേഹം താൽക്കാലിക അധ്യക്ഷനായിരുന്നു. അതുപോലെ തന്നെ ഉദ്ഘാടന സമ്മേളനത്തിലെ താൽക്കാലിക ഉപാധ്യക്ഷനായിരുന്നു ഫ്രാങ്ക് ആന്റണി. താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, താൽക്കാലിക ഉപാധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാങ്ക് ആന്റണി ആയിരുന്നു. അതിനുശേഷം 1946 ഡിസംബർ 11-ാം തീയതി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. 1946 ഡിസംബർ 11-ാം തീയതി ആരെയാണ് സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിര ഉപാധ്യക്ഷനായി ഹരീഷ് കുമാർ മുഖർജിയെയും തിരഞ്ഞെടുത്തു. ഉപാധ്യക്ഷനാരാണ്? സ്ഥിരം ഉപാധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ഹരീഷ് കുമാർ മുഖർജി. പിന്നീട് VT കൃഷ്ണമാചാര്യയെയും ഉപാധ്യക്ഷനായി തിരഞ്ഞെടുത്തു. അങ്ങനെ 2 ഉപാധ്യക്ഷന്മാരാണ് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. ആദ്യം തിരഞ്ഞെടുത്തത് ഹരീഷ് കുമാർ മുഖർജി, പിന്നീട് തിരഞ്ഞെടുത്തത് VT കൃഷ്ണമാചാര്യ. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് B നാഗേന്ദ്ര റാവു. B നാഗേന്ദ്ര റാവു ആണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമ ഉപദേഷ്ടാവായി തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരനാണ് B നാഗേന്ദ്ര റാവു. അതുപോലെ തന്നെ റിസർവ് ഗവർണറായി ഏറ്റവും കൂടുതൽ സേവനം അനുഷ്ഠിച്ച BR റാവു ഇദ്ദേഹത്തിന്റെ സഹോദരനാണ്. B നാഗേന്ദ്ര റാവുവിന്റെ സഹോദരനായ BR റാവു റിസർവ് ബാങ്കിന്റെ ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിട്ടിരുന്ന വ്യക്തിയാണ്. B നാഗേന്ദ്ര റാവു ആണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമ ഉപദേഷ്ടാവ്. അദ്ദേഹമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ. 1940 ഡിസംബർ 13-ാം തീയതി നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഈ പ്രമേയമാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നെഹ്റു 1946 ഡിസംബർ 13-ാം തീയതി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയമാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം എന്ന് അറിയപ്പെടുന്നത്. ഈ ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത് ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റിയാണ് ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത്. 1946 ജനുവരി 22-ാം തീയതിയാണ് ലക്ഷ്യപ്രമേയം ഭരണഘടനാ സമിതി പാസാക്കിയത്. അപ്പോൾ ഭരണഘടനാ സമിതി ലക്ഷ്യപ്രമേയം പാസാക്കിയ എന്നാണ് ചോദിച്ചാൽ 1946 ജനുവരി 22-ാം തീയതി. നെഹ്റു ഈ പ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13-ാം തീയതിയാണ്.
ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൽ ഈ ലക്ഷ്യപ്രമേയങ്ങളിലെ പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന്റെ പ്രമുഖ ഭാഗങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജവഹർലാൽ നെഹ്റുവിനെ ആമുഖത്തിന്റെ ശില്പി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനാ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 15 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 പേർ മലയാളികളായിരുന്നു. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രി, ദാക്ഷായണി വേലായുധൻ എന്നിവരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന മലയാളി വനിതകൾ. ആകെ 15 വനിതകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 പേർ മലയാളികളായിരുന്നു. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രി, ദാക്ഷായണി വേലായുധൻ. ഈ ദാക്ഷായണി വേലായുധൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഏക ദളിത് വനിതയായിരുന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഏക ദളിത് വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദാക്ഷായണി വേലായുധനാണ്. ഇനി മറ്റു ചില വനിതകൾ, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മറ്റു ചില പ്രമുഖരായ വനിതകളെ പറ്റി നമുക്ക് നോക്കാം. സരോജിനി നായിഡു ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ ആയിരുന്നു. സരോജിനി നായിഡു ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഒരു വനിതാ അംഗമായിരുന്നു. അടുത്തത് വിജയലക്ഷ്മി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയും ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അംബാസിഡറുമാണ്. വിജയലക്ഷ്മി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരി, ആദ്യത്തെ വനിതാ അംബാസിഡർ. അടുത്തത് സുചേത കൃപലാനി, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായ സുചേത കൃപലാനിയും ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഒരു വനിതാ അംഗമായിരുന്നു. അടുത്തത് രാജ്കുമാരി അമൃത് കൗർ, കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രിയായിരുന്നു രാജ്കുമാരി അമൃത് കൗർ. കേന്ദ്ര മന്ത്രിസഭയിലെ ആരോഗ്യ മന്ത്രിയായിരുന്നു രാജ്കുമാരി അമൃത് കൗർ. അപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിൽ ആദ്യമായി മന്ത്രിയായ വനിതയാണ് രാജ്കുമാരി അമൃത് കൗർ. ഏത് മന്ത്രിയായിരുന്നു? ആരോഗ്യ മന്ത്രിയായിരുന്നു. ഇവരുടെ കാലഘട്ടത്തിലാണ് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അഥവാ എയിംസ് സ്ഥാപിതമായത്. രാജ്കുമാരി അമൃത് കൗർ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ്. അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയുടെ അധ്യക്ഷ പദവിയിലെത്തിയ ആദ്യ വനിതയും രാജ്കുമാരി അമൃത് കൗർ ആണ്. സരോജിനി നായിഡു, വിജയലക്ഷ്മി പണ്ഡിറ്റ്, സുചേത കൃപലാനി, രാജ്കുമാരി അമൃത് കൗർ ഇവരൊക്കെ നിയമനിർമ്മാണ സഭയിലെ പ്രധാനപ്പെട്ട വനിതാ അംഗങ്ങളാണ്. അടുത്തത് ദുർഗാബായ് ദേശ്മുഖ്, CD ദേശ്മുഖിന്റെ ഭാര്യയായ ദുർഗാബായ് ദേശ്മുഖും ഒരു വനിതാ അംഗമായിരുന്നു. CD ദേശ്മുഖ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായ ആദ്യ ഇന്ത്യക്കാരനാണ് CD ദേശ്മുഖ്. ഐസസ് റസൂൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഏക വനിതാ മുസ്ലിം വനിതയാണ് ഐസസ് റസൂൽ. ഹൻസ മേത്തയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയിലെ സകല സ്ത്രീകളുടെയും അല്ലെങ്കിൽ മുഴുവൻ സ്ത്രീകളുടെയും ഉപഹാരമായിട്ട് ദേശീയ പതാക കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് കൈമാറിയ വനിതയാണ് ഹൻസ മേത്ത. പിന്നീടുള്ള വനിതകളാണ് രേണുക റായ്, ലീല റായ്, കമല ചൗധരി, മാലതി ചൗധരി, പൂർണിമ ബാനർജി എന്നിവർ. അപ്പോൾ ഇത്രയും വനിതകളാണ് പ്രധാനമായും ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗങ്ങളായിട്ടുള്ളത്. ഇനി പാഴ്സികളുടെ പ്രതിനിധിയായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വന്ന വ്യക്തിയാണ് HP മോദി. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാഴ്സികളുടെ പ്രതിനിധിയാണ് HP മോദി. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ഫ്രാങ്ക് ആന്റണി. താൽക്കാലികമായി ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ഫ്രാങ്ക് ആന്റണി ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു. ഇനി മൈനോറിറ്റി പ്രതിനിധിയായിരുന്നു HC മുഖർജി. ജസ്യൂട്ട് പുരോഹിതൻ ആയിരുന്നു ജെറോം ഡിസൂസ. അപ്പൊ പാഴ്സികളുടെ പ്രതിനിധി HP മോദി, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഫ്രാങ്ക് ആന്റണി, മൈനോറിറ്റി പ്രതിനിധി HC മുഖർജി, ജസ്യൂട്ട് പുരോഹിതൻ ജെറോം ഡിസൂസ. ഇനി നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ കമ്മിറ്റികളെ പറ്റി ഒന്ന് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ചെറുതും വലുതുമായ 22 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില കമ്മിറ്റികൾ നോക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റി. ഇതിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റിയുടെ
അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. അദ്ദേഹമാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റിക്ക് 2 സബ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തത് ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി. അതിന്റെ അധ്യക്ഷനായിരുന്നു JB കൃപലാനി. ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു JB കൃപലാനി. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ JB കൃപലാനി. മൈനോറിറ്റി സബ് കമ്മിറ്റിന്റെ അധ്യക്ഷനായിരുന്നു HC മുഖർജി. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് പവർ കമ്മിറ്റി എന്നീ കമ്മിറ്റികളുടെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് പവർ കമ്മിറ്റി എന്നിവയുടെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്തൊരു കമ്മിറ്റിയാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഇതിന്റെയും അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഇനി റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഫ്ലാഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹൗസ് കമ്മിറ്റി പട്ടായി സീതാരാമയ്യ, ലാംഗ്വേജ് കമ്മിറ്റി മോട്ടൂരി സത്യനാരായണ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഈ കമ്മിറ്റികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അറിയപ്പെടുന്നത് കമ്മിറ്റികളുടെ കമ്മിറ്റി എന്നാണ്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കമ്മിറ്റികളുടെ കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപം കൊണ്ടത് 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപം കൊണ്ടത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആകെ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണെന്ന് നോക്കാം. BR അംബേദ്കർ, അള്ളാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി, KM മുൻഷി, മുഹമ്മദ് സദ്ദുള്ള, BN മിത്തർ, DP ഖൈതാൻ എന്നിവരായിരുന്നു ആ 7 പേർ. എന്നാൽ BN മിത്തർ രാജിവെച്ചതിനെ തുടർന്ന് N മാധവറാവു ആ സ്ഥാനത്തേക്ക് വന്നു. അതിനുശേഷം DP ഖൈതാൻ അന്തരിക്കുകയും ആ സ്ഥാനത്തേക്ക് TT കൃഷ്ണമാചാരി വന്നു. VT കൃഷ്ണമാചാരി അല്ല, TT കൃഷ്ണമാചാരി. VT കൃഷ്ണമാചാരി നമ്മുടെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഇത് TT കൃഷ്ണമാചാരി. ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് സമർപ്പിച്ചത് 1948 നവംബർ 4 ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് സമർപ്പിച്ചത് 1948 നവംബർ 4 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത്, ഭരണഘടന നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26 ഈ നവംബർ 26 ദേശീയ നിയമദിനം അല്ലെങ്കിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ നിയമദിനം അല്ലെങ്കിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സമിതി ആകെ 12 സമ്മേളനങ്ങളാണ് ഈ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി ചേർന്നത്. ഇതിൽ 12ാമത്തെ സമ്മേളനത്തിലാണ് അവസാന സമ്മേളനം. അത് നടന്നത് 1950 ജനുവരി 24 അവസാനത്തെ ഭരണഘടന നിർമ്മാണ സമിതിയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത കാലയളവ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 3 വർഷം. 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്താണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ ചെലവായ തുകയാണ് 64 ലക്ഷം. ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി പല ഭരണഘടനയിൽ നിന്നുള്ള ആശയങ്ങൾ കടം കൊണ്ടിട്ടുണ്ട്. അങ്ങനെ 10 രാജ്യങ്ങളിൽ നിന്നുള്ള ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിനായി കടം കൊണ്ടിരിക്കുന്നത്. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ഈ ജനുവരി 26 തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണം 1929 ലാഹോർ സമ്മേളനത്തിൽ ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുവാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നതിന് ഉള്ള ദിവസമായിട്ട് തിരഞ്ഞെടുത്തത്.
ഇനി ഭരണഘടന നിർമ്മാണ സഭയുടെ ഔദ്യോഗിക മുദ്ര ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഔദ്യോഗിക മുദ്ര ആന. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയ വ്യക്തിയാണ് പ്രേം ബിഹാരി നരേൻ. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് നന്ദലാൽ ബോസ്. ആധുനിക ചിത്രകലയുടെ ഇന്ത്യൻ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും നന്ദലാൽ ബോസ് ആണ്. ആമുഖത്തിന്റെ പേജ് ഡിസൈൻ ചെയ്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തതാണ് നന്ദലാൽ ബോസ്. പക്ഷേ ആമുഖത്തിന്റെ പേജ് ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് റാം മനോഹർ സിൻഹ. റാം മനോഹർ സിൻഹ. ഈ സിംഹമുദ്ര പെൻസിൽ സ്കെച്ച് തയ്യാറാക്കിയ വ്യക്തി ദീനനാഥ് ഭാർഗവ്. ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടന നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ. ഇത് എല്ലാവരും പഠിക്കുക. ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട മറ്റു ചില പോയിന്റ്സുമായിട്ട് കാണാം. അതിനുള്ളിൽ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാവരും പഠിക്കുക.